പ്രഭാതത്തിൽ യേശുവിൻ്റെ സന്നിധിയിൽ പ്രേരിക്കാൻ എല്ലാ കുടുംബാംഗങ്ങളോട് ഒന്നിച്ചായിരിക്കുന്നത് യേശു എത്ര നല്ലവനെന്ന് അനുഭവിപ്പാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരമാണ്. യേശുവിൻ ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. യേശു അത്ഭുത മന്ത്രി, യേശു വീരനായ ദൈവം, യേശു സമാധാന പ്രഭു, യേശു നിത്യപിതാവ്. ആ യേശു താങ്കളെ സ്നേഹിക്കുന്നു. ആ ഉറപ്പും ധൈര്യത്തോടും രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ family of Praying Kerala worldwide. I really want to tell you, Jesus loves you and Jesus is in control of everything. Jesus reminded us, do not let your heart be troubled, only trust in Him. With that hope and trust in Jesus, I would encourage everyone, let's lift our hands to the Lord in singing. Hallelujah. Yes, Jesus. Hallelujah. Let's pray together. Hallelujah. Father, we thank you for every precious soul joining us from different parts of the globe, either on Harvest Television directly or on YouTube or Facebook, Lord. We thank you, Lord, for each person, Lord. I pray that your presence will descend upon everyone, Lord. I pray, Lord, your gentle touch be upon their lives and transform them, Lord. Transform their situations, Lord. Fill each one with your extra grace this morning, Lord. As we read in your word, your mercies are new every morning. I pray for new measure of your mercies upon each one of us, Lord. We thank you, Lord, for everyone joining us. കർത്താവേ, ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുന്ന ഓരോ കുടുംബാംഗത്തെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ ആത്മാവിന്റെ ദിവ്യമായ സാന്നിധ്യം ഓരോരുത്തരുടെ മേലും പൊരുന്നിറങ്ങി വസിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരസ്പർശനം ഓരോരുത്തരുടെ മേലും വരട്ടെ. അവരുടെ ജീവിതവും അവരുടെ അന്തരീക്ഷത്തിന് മാറ്റം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവ് സകലത്തിലും നേർനിലത്തിൽ ഞങ്ങളെ വഴി നടത്തും. രോഗത്താൽ വിഷമിക്കുന്നവരുണ്ട്, അവിടുത്തെ സൗഖ്യം അവരിന്ന് പകൽ അനുഭവിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. മനവീടുകളിലൂടെ പോകുന്നവരുണ്ട്, അവിടുത്തെ ജീവനും ബലവും ഇപ്പോൾ തന്നെ അവിടുന്ന് അവരുടെ മേൽ പകർന്നാട്ട്. ആശുപത്രികളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ അവിടുന്ന് സൗഖ്യമാക്കും. ഇവർ ഭവനങ്ങളിൽ രോഗികളായിരിക്കുന്നവരെ അവിടുന്ന് വിടുവിക്കും. യേശുവിൻ്റെ സന്തോഷം, സമാധാനം ഓരോ ജീവിതത്തിലും നിറയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവൻ അങ്ങേക്കും യേശുവിൻ നാമത്തിൽ പിതാവേ. തത്സമയം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആരാധന പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് പ്രേയിങ് കേരള വേൾഡ് വൈഡ് ഫാമിലിയിലേക്ക് താങ്കളെ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. കാരണം യേശു താങ്കളെ സ്നേഹിക്കുന്നു. യേശുവിന് താങ്കൾ എത്രയോ നമുക്ക് ഗ്രഹിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളതിനേക്കാളും എത്രയോ വിലപ്പെട്ട ജീവിതമാണ് താങ്കളുടെ ജീവിതം. നിരാശപ്പെട്ട് വേവലാതിപ്പെട്ട് കരഞ്ഞ് തകർന്നടിഞ്ഞിരിക്കുന്നത് കാണുവാനല്ല നമ്മെ സൃഷ്ടിച്ച യേശുവെന്ന് നമ്മുടെ പിതാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന അവിടുത്തെ പക്കൽ ധാരാളം നിറവുകൾ നമ്മുടെ സ്ഥിതി മാറേണ്ടതിനുണ്ട്. സമൃദ്ധമായ ജീവിതം യേശുവിൽ നമുക്ക് കാത്തിരിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും യേശുവിൽ നമ്മെ കാത്തിരിക്കുന്നു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള സ്വാതന്ത്ര്യം നമുക്കായി യേശുവിൽ കാത്തിരിക്കുന്നു. ഒരുപക്ഷെ താങ്കൾ ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണം സഹോദര? യേശുവിൽ ജീവിതം അർപ്പിക്കുക. ഒരു നിമിഷം പ്രാർത്ഥിക്കുക, യേശുവേ എനിക്കങ്ങേ ആവശ്യമുണ്ട്. ആ ഒരു വാചകം താങ്കളുടെ ജീവിതത്തെ യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് മാറ്റിമറിക്കും. ലോർഡ്, കർത്താവ് അത്ഭുത മന്ത്രി, വീരനായ ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ്. We really appreciate everyone joining us from different parts of the globe. I just want to remind you, you are so beloved of Jesus. You are so valuable in the sight of the Lord. The world might have thrown you out, but Jesus values you so much and He is counting on you Jesus wants to fill your life with abundant life. Jesus has eternal freedom
available for you and for me. And Jesus has abundance of everything made available for each one of us. You might ask, brother, what should I do? This is the only answer that the word of the living God gives. Only believe and trust in Him and say, Jesus, I need you. That's all. Your life, your situations will be changed by the Lord. Again, do not let your heart be troubled. Only trust in Jesus. Today is a new day. God has great things in store for each one of us. Believe and trust in Him. Let's sing together. Hallelujah. ഇപ്പോൾ വന്നൊരു ടെലിഫോൺ എടുക്കട്ടെ. ഹലോ, അതെ, കുടലിൽ അന്നമജോ സംസാരിക്കുന്നത്. പറഞ്ഞേട്ടോ. എന്റെ മകൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവനവിടെ വെച്ചൊരു അസുഖം ഉണ്ടായി. നെഞ്ചിനുള്ള കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പ്രയർ കേന്ദ്രത്തിലേക്ക് വിളിച്ചു, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു, പ്രാർത്ഥിച്ചു. അവിടെ പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ രോഗം സൗഖ്യമായി എന്ന് വിളിച്ചറിയിച്ചു. പ്രാർത്ഥിച്ച സാറിനും എല്ലാ ടീമംഗങ്ങൾക്കും 1000 നന്ദി അറിയിക്കുന്നു. എല്ലാ മക്കൾക്കും ഇത് പ്രകാശമായിരിക്കട്ടെ എന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ഓക്കെ, താങ്ക് യു മിസ്സസ് അന്നമജ. ജോസ് കോന്നിയിൽ നിന്ന് നമ്മെ വിളിച്ചത്. മകന് രക്തം കട്ട പിടിക്കുന്ന അസുഖമായിട്ട് അബുദാബിയിൽ വളരെയധികമായി പ്രയാസപ്പെട്ടു. ആളെ കിട്ടുകയില്ലെന്ന് ഡോക്ടേഴ്സ് വിധി പറഞ്ഞ സ്ഥാനത്ത് ആ അമ്മ പ്രേയിങ് കേരളയിൽ ദൈവം നമുക്ക് തന്ന കുടുംബത്തിൽ ഒന്നിച്ച് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി അറിയിച്ചു. നമ്മൾ ചിത്രം മാത്രമേ ചെയ്തോളൂ. യേശുവിൽ വിശ്വാസം അർപ്പിച്ച് ആ മകന് വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ ആ യേശു കർത്താവ് ആ മകന് പൂർണ്ണ സൗഖ്യം നൽകി. അതിനുശേഷം ചെക്കപ്പ് ചെയ്തപ്പോൾ നമ്മൾ ഒന്നിച്ച് കേട്ട കാര്യമാണ്, ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടേഴ്സ് തന്നെ പറയുന്നു. നേരത്തെ കുഴപ്പമുണ്ട്, ആളിനെ കിട്ടില്ലെന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് തന്നെ വാക്കുകളെ മാറ്റി പറയണമെങ്കിൽ ഡോക്ടർമാരെ സൃഷ്ടിച്ച യേശു കർത്താവ് എന്ന ഡോക്ടർ, അത്ഭുത വൈദ്യൻ, അവിടെ തൻ്റെ കരം വച്ചത് കൊണ്ടല്ലേ ഈ പകൽ അതേ യേശു. ഞാൻ ഈ പ്രിയപ്പെട്ടവരെ കണ്ടിട്ടില്ല, യേശു അവരെ കണ്ടു. നമ്മെ ലോകത്തിൽ ആരും കാണണമെന്നില്ല, യേശു നമ്മെ കാണുന്നു, അത് ധാരാളം മതി. ഈ പകൽ നമുക്ക് കരങ്ങളെ ഉയർത്തി പറയും, ഈ ലോകത്തിൽ ആരും എന്നെ കാണുന്നില്ലെങ്കിലും യേശു എന്നെ കാണുന്നു, യേശു എന്നെ അറിയുന്നു എന്ന് പറ്റുമെങ്കിൽ 139 സങ്കീർത്തനം ആവർത്തിച്ച് വായിക്കുക. 139 ബൈബിളിൽ 139 സങ്കീർത്തനം. If you could read, find some time and read Psalm number 139 time and again and again and again. Come on, please read it until the word gets saturated in our bloodstream. നമ്മുടെ രക്ത ഓട്ട സംവിധാനത്തിനകത്തേക്ക് പോലും യേശുവിൻ്റെ വചനം അകത്ത് പ്രവേശിക്കുന്നത് വരെ ആവർത്തിച്ച് വായിക്കുക. 139 സങ്കീർത്തനം. എത്ര മൈന്യൂട്ടായ, എത്ര സൂക്ഷ്മമായ നമ്മുടെ അനുഭവങ്ങളെ പോലും അവസ്ഥയെ പോലും നന്നായി അറിയുന്ന ഒരു യേശു. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമത, എന്നെ അറിയുന്ന ഒരു യേശു. ആ യേശുവിനെ എനിക്കും അറിയുവാൻ കഴിഞ്ഞു. ആ അറിയുക എന്ന പദത്തിന് കേവലം മലയാളത്തിൽ അറിയുക എന്ന് പറയുന്ന ഒരു അർത്ഥമല്ല, അതിനേക്കാൾ എത്രയോ ആഴമേറിയ ഒരു അർത്ഥം അതിനകത്ത് നൽകി തരുന്നത്. അറിയുക എന്ന വാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരർത്ഥം, രണ്ടുപേർ തമ്മിൽ അറിഞ്ഞു കഴിയുമ്പോൾ പുതുത് ഒന്ന് ഉളവായി വരിക ചെയ്യുന്നത്. അതുപോലെ ഒരു അറിവിലേക്ക് നമുക്ക് വരുവാൻ കഴിയട്ടെ. ജീസസ് knows us well, beloved. Jesus knows it well. Come on, let's shout, Jesus knows me well. Jesus knows it well. Come on. Repeat after me if you could. Jesus knows me well. Jesus knows it well. ഇന്നാദ്യമായി ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ഹാർവസ്റ്റ് ടെലിവിഷൻ 10 നെറ്റ്വർക്കിലേക്കൂടെ 15-ാം തീയതി രാത്രി മുതൽ പ്രവേശിച്ചതുകൊണ്ട് പുതുതായിട്ട് അനേക പ്രിയപ്പെട്ടവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഹൃദയംഗമായി ഞങ്ങൾ താങ്കളെ സ്വാഗതം ചെയ്യുന്നു.
97-ാമത്തെ ദിവസമാ പ്രേയിങ് കേരള എന്ന ഈ പ്രാർത്ഥന കുടുംബം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ അനേക പതിനായിരങ്ങളെ യേശു വിടുവിക്കുന്നത് ഞങ്ങൾക്ക് കാണുവാൻ തെളിവോടുകൂടെ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഇപ്പോൾ വിളിച്ചു പറഞ്ഞ ആ അമ്മയെ പോലെ വിളിച്ചു പറയുന്ന എത്രയോ ആയിരക്കണക്കിന് ജീവിതങ്ങൾ യേശു താങ്കളെയും സ്നേഹിക്കുന്നു. ആ യേശുവിന് ഇന്ന് താങ്കൾക്ക് വേണ്ടി വലിയ വിടുതലുകളുണ്ട്. ആ കരങ്ങളെ ഉയർത്തി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ആദ്യമായി വന്ന കുടുംബാംഗത്തെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആശുപത്രികളിൽ, ഭവനങ്ങളിൽ, ഓഫീസുകളിൽ യേശുവിൻ്റെ ജീവനും ബലവും അനുഭവിക്കട്ടെ. വിശിഷ്യ രോഗത്താൽ വിഷമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളിൽ പകർന്ന വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ നിന്ന് ഞങ്ങൾ ഇന്ന് പകല രോഗത്താൽ വിഷമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ രക്തം കട്ടപിടിച്ച് ആളിനെ കിട്ടില്ല എന്ന് അബുദാബിയിലുള്ള ആ മകനെ കുറിച്ച് ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിൽ യേശുവെ അതേ ഡോക്ടേഴ്സിന്റെ വായ് കൊണ്ട് തന്നെ പുതിയ റിപ്പോർട്ടുകൾ ഒരു കുഴപ്പവുമില്ല എന്ന് അവിടുന്ന് പറയിപ്പിക്കുന്ന ദൈവമെങ്കിൽ യേശുവെ ഞങ്ങൾ ഒന്നിച്ച് കരങ്ങളെ ഉയർത്തി സമ്മതിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ രക്ഷിതാവാണ്, അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടിതാവാണ്. ഞങ്ങളെ മാത്രമല്ല സകലത്തെയും സൃഷ്ടിച്ച യേശുവെ അങ്ങയുടെ സന്നിധിയിൽ ഈ പകൽ ഞങ്ങളെ അർപ്പിക്കുന്നു. അങ്ങ് അറിയാത്തത് ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. എല്ലാ മഹത്വവും അങ്ങേക്ക്. എക്സാം എഴുതുന്ന വിദ്യാർത്ഥിനികൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ മികവിന്റെ ആത്മാവിനാൽ അവരെ നിറയ്ക്കണം. ഉയർന്ന ഭാവി, ഉയർന്ന വിജയം യേശുവിൻ നാമത്തിൽ ഓരോ പൈതലിനും ഉണ്ടാകട്ടെ, ഓരോ യുവാവിനും, ഓരോ യുവതിക്കും ഉണ്ടാകട്ടെ. We pray for every child who is appearing for an exam. I pray that the spirit of excellence of the Lord will descend upon them. Give them great grades, Lord, and good marks and great appreciations, Lord. Bless them and prosper them, Lord. Establish their feet in you, oh Lord Jesus. And Lord, we pray that make each child carrier of the Holy Spirit of God in this generation. ഈ തലമുറയിൽ ഓരോ പൈതലിനെയും യേശുവിന്റെ ആത്മാവിനെ വഹിക്കുന്നവനാക്കി തീർക്കണം. മഹത്വം അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. താങ്കളുടെ കുടുംബമോ പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കിടാം. ഒന്നിച്ചു പ്രാർത്ഥിക്കാം. യേശു അത്ഭുതകരമായി നമ്മെ വിടുവിക്കും. രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് तेरी महिमा हो है सदा, तू है प्रभु हमारा खुदा. പാടുന്നു ഞങ്ങൾ സ്തുതിഗീതങ്ങൾ യേശു എന്നെന്നും രാജാ. ദിവസവും പ്രഭാതത്തിൽ തത്സമയം നടക്കുന്ന ഈ ആരാധനയിലും പ്രാർത്ഥനയിലും ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് അനേകം പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുമ്പോൾ തന്നെ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നു. ബ്രദറെ, ഒരു ദിവസം 350 മുകളിൽ കോളുകൾ, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന 2 ലക്ഷത്തിന് മേലെ പ്രാർത്ഥനാ വിഷയങ്ങൾ. ഇത്രയും പ്രാർത്ഥനാ വിഷയങ്ങൾ വരുമ്പോൾ പ്രേയിങ് കേരള കുടുംബാംഗങ്ങളായ നമ്മുടെ അകത്തുള്ള ഉറപ്പും വിശ്വാസവും എന്താണ്? പ്രേയിങ് കേരള കുടുംബാംഗങ്ങളുടെ അകത്തുള്ള വിശ്വാസവും ഉറപ്പും ഒന്ന് മാത്രം, കർത്താവായ യേശു ക്രിസ്തു തിരുവചനത്തിൽ കൂടി നമ്മോട് എന്തു പറഞ്ഞിരിക്കുന്നു അത് മാത്രമാണ്. യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്കാണ്. ആ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെയാണ് പ്രേയിങ് കേരള കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുന്നത്. ആ യേശു അവസാനം പറയുന്നു, ലോകാവസാനത്തോളം ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഓരോ പ്രേയിങ് കേരള കുടുംബാംഗങ്ങളുടെ കൂടെയും ഇരിക്കുന്നത് ആരാണ് എന്നുള്ള അകത്തുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് ഓരോ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുന്നത്. ബ്രദറെ, കഴിഞ്ഞ ദിവസം മണർകാട്ട് നിന്ന് സാലി സന്തോഷ് വിളിച്ചു പറഞ്ഞു, മകൾ ഷീബായിക്ക് 22 വയസ്സേ ഉള്ളൂ, നടുവേദനയാണ്, പ്രാർത്ഥിക്കണമെന്ന്. ഈ വിഷയത്തിന് വേണ്ടി പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ വിളിച്ചു പറയുമ്പോൾ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിലെ കുടുംബാംഗങ്ങൾ ഈ വിഷയം ഒന്നിച്ചു പ്രാർത്ഥിച്ചു. ബ്രദറെ, ഇന്നലെ ആ മാതാവ് വിളിച്ചു പറഞ്ഞു, മോടെ നടുവേദന പൂർണ്ണമായിട്ടും മാറി പൂർണ്ണ സൗഖ്യം അനുഭവിക്കുന്നുവെന്ന്. തങ്കച്ച, അതുപോലെ തന്നെ അന്നമ്മ ചോയി എന്ന മാതാവ് പൂനെയിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം ജോർജ് എന്ന് പറയുന്ന മകനും കൊച്ചുമകൻ കെന്നഡി അവർ ഈ ദൂര യാത്ര ടെക്സസിൽ നാട്ടിലേക്ക് വരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, യാത്ര സുഖകരമായിരിക്കണം എന്നുള്ള പ്രാർത്ഥന വിഷയമാണ് അറിയിച്ചിരുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരുന്ന ആ യാത്ര സുഖകരമായി പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചു. അതുപോലെ തന്നെ അവർ അടുത്ത ദിവസം തന്നെ തിരികെ വീണ്ടും ടെക്സസിലേക്ക് കടന്നു പോകുന്നു എന്നുള്ള നമുക്ക് ടെലിഫോൺ വന്നിട്ടുണ്ട്, അത് എടുക്കട്ടെ. ഹലോ ഹലോ
ആ ടെലഫോൺ മിസ്സായെന്ന് തോന്നുന്നു. തിരിച്ചു വന്നുകൊള്ളും. അത്യാവശ്യമുള്ള വിവരങ്ങൾ മാത്രമാണ് ഞങ്ങൾ ആ ടെലഫോണിൽ കണക്ട് ചെയ്യുന്നത്. അല്ലാത്ത വിവരങ്ങൾ തീർച്ചയായിട്ടും സ്ക്രീൻ കാണുന്ന നമ്പർ വിളിക്കുമ്പോൾ അവിടെ അത് അറ്റൻഡ് ചെയ്യുവാൻ, എഴുതിയെടുക്കുവാൻ സഹോദരിമാരുണ്ട്. ആ വിവരങ്ങൾ ഓൾട്ടറിൽ വയ്ക്കുന്ന അതേ പേപ്പറിൽ തന്നെ എഴുതി താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഏത് സ്ഥലം, ഏത് രാജ്യം, ഇത്രയും വിവരങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കും ഞങ്ങൾ താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയെടുക്കുന്ന. ആ നമ്പർ റീകണക്റ്റ് ആയിട്ടുണ്ട്. ഹലോ പറഞ്ഞാട്ടെ. ഹലോ ഹലോ കേക്കാം, പറഞ്ഞാട്ടെ. പാസ്റ്റർ, എന്റെ പേര് സാലമേന. ഞാൻ ചെങ്ങന്നൂന്ന് വിളിക്കുക. ഞാൻ ഇന്നലെ അല്ല, അതിന് മുന്നേ ഒരു ദിവസം വിളിച്ചത്. കൊച്ചുമോന് സുഖമില്ലാന്ന് പറഞ്ഞായിരുന്നു. അവൻ ലണ്ടനില്ല. ഇന്നലെ ഞാൻ ഒരു ബ്രദറിനെ വിളിച്ചു. അന്ന് ബ്രദറെ വണ്ടി ഇരുന്നോണ്ട് എന്നെ പ്രാർത്ഥിച്ച് അതിനകത്ത് ഇത് ഓക്സിജൻ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. മൂക്കിൽ കൂടെ ട്യൂബൊക്കെ ഇട്ടേക്കുമായിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി വൈകിട്ടായപ്പോഴത്തേക്ക് കുഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞ് ട്യൂബ് എല്ലാം എടുത്ത് ഇപ്പൊ അവൻ അവിടെ എല്ലാം കൂടെ ഓടി നടന്ന് കളിക്കുന്നത്. അന്നേരം അവിടെ ഉള്ള ബാക്കിയുള്ള പേഷ്യൻസിനൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായി. ദൈവം ചെയ്ത അത്ഭുതത്തിന് കരുണയ്ക്കും ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച ബ്രദറിനും എല്ലാവർക്കും നന്ദി പറയുന്നു. രണ്ട് തരം കരച്ചിൽ ഇതിപ്പം നമ്മൾ കേട്ടത്. കഴിഞ്ഞ ദിവസം വിലാപത്തിൻ്റെ കരച്ചിൽ, ഇപ്പം സന്തോഷത്തിൻ്റെ കരച്ചിൽ. എല്ലാ നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ നമുക്ക് ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, യേശുവിൻ്റെ സന്നിധിയിൽ. ആ കൊച്ചു ഓടി നടക്കുക. കമോൺ, നമുക്ക് ഒന്നിച്ച് ഉറക്കം വിളിച്ചു പറയാം, ഞാനും ഓടി നടക്കും. കമോൺ, രോഗത്താൽ വിഷമിക്കുന്നവർ ഇതുപോലെ തന്നെ നമുക്ക് വിളിച്ചു പറയും, ഞാനും ഓടി നടക്കും. യേശുവിൻ്റെ ദയാനിമിത്തം ഞാനും ഓടി നടക്കും. എന്നെ വിടുവിക്കുവാൻ, സൗഖ്യമാക്കുവാൻ യേശു ഉള്ളത് കൊണ്ട് ഞാനും ഓടി നടക്കും. ഞാനും ആരോഗ്യത്തോടെ ജീവിക്കും. 91-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എൻ്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും. കമോൺ സഹോദരങ്ങളെ, നമുക്കൊന്നിച്ച് കരങ്ങളെ ഉയർത്തി പറയാം, ഈ കുഞ്ഞ് ഓടി നടക്കുന്നെങ്കിൽ ഞാനും ഓടി നടക്കും. യേശുവിന് കുട്ടിയാണെന്ന് നോക്കിയല്ലല്ലോ യേശു സൗഖ്യമാക്കുന്നത്. അല്ല, മുതിർന്ന വ്യക്തി 99 വയസ്സായി അവന് സൗഖ്യം വേണ്ട എന്ന് ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ വേർതിരിക്കുന്ന ഒരവസ്ഥ കാണുന്നേയില്ല. യേശുവിന് രണ്ടുപേരെയും തുല്യമായി യേശു കാണുന്നു. സൗഖ്യം യേശുവിന് നൽകി തരുവാൻ കഴിയും. ഇന്ന് നമ്മുടെ സൗഖ്യത്തിന്റെ വിടുതലിന്റെ ദിവസമാണ്. അടുത്തൊരു ടെലഫോൺ കോൾ എടുക്കട്ടെ. ഹലോ ഹലോ പറഞ്ഞാട്ടെ. ഹലോ കേക്കാം, പറഞ്ഞാട്ടെ. ഹലോ, എന്റെ പേര് ജസ്റ്റീന എന്നാണ്. പുനലൂരിന്ന് വിളിക്കുകയാണ്. പ്രാർത്ഥനയുടെ ആവശ്യത്തിലാണ്. എനിക്കാണെങ്കിൽ ചെറുതിലെ തൊട്ടേ മൈഗ്രെയിൻ്റെ അസുഖമുണ്ട്. പിന്നെ ആണെങ്കിൽ തൈറോയിഡ് ഉണ്ട്, തൊണ്ടമുഴയാണ്, കാഴ്ചക്ക് മങ്ങലുണ്ട്, കാഴ്ചക്കുറവാണ്. അതിനും 17-ാമത്തെ വയസ്സ് കണ്ണാടി വെച്ചതാണ്. പിന്നെ അതുകൂടാതെ എന്റെ ഭർത്താവിനാണെങ്കിൽ ജെന്നിയുടെ അസുഖമുണ്ട്. അത് ടെസ്റ്റ് 7 പ്രാവശ്യം വന്ന് അത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അത് തലച്ചോറിലെ നരമ്പിന്റെ ചുരുങ്ങിയതാണെന്ന് പറഞ്ഞ് ഇപ്പൊ 1.5 വർഷം കൊണ്ട് അതിനുള്ള മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ എന്റെ മകൻ 8 വയസ്സുണ്ട്. അവന് ജനിച്ചപ്പം തൊട്ടേ അവന് പനി, ഇങ്ങനെയുള്ള ഓരോ അസുഖങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുക 8 വർഷമായിട്ട്. ഇപ്പൊ വേണ്ട അലർജി ആണെന്ന് പറയുന്നു. അപ്പൊ അലർജിക്കുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഇന്നും പനിയായിട്ടിരിക്കുകയാണ്. പിന്നെ അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ പകുതിയാക്കിയിട്ടിരിക്കുക. അതിന്റെ പണി പൂർത്തീകരിക്കാനുള്ള സാമ്പത്തികവുമില്ല. ഞങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു വിളിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എടുത്തുകൊള്ളാം. ജസ്റ്റിനെയാണ് പുനലൂരിൽ നിന്ന് അറിയിച്ചത്. നമ്മൾ വിവരങ്ങൾ കേട്ട് കഴിഞ്ഞു. ഈ സഹോദരി മൈഗ്രെയിൻ ഓർമ്മയായ കാലം മുതൽ മൈഗ്രെയിനാണ് വിഷമിക്കുന്നു. 15 വയസ്സ് മുതൽ ഇപ്പോൾ 36 വയസ്സുള്ള ഒരു വ്യക്തിയാണ് നമ്മെ വിളിച്ചത്. മധ്യവയസ്കയായ സ്ത്രീക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണ സൗഖ്യം ആ മകൾക്ക് ദൈവം നൽകി കൊടുക്കുക. അവരുടെ ഹസ്ബൻഡിന് സൗഖ്യമില്ലാതെ വിഷമിക്കുന്നു. ഫിറ്റ്സ് വരുന്നു. 7 പ്രാവശ്യം ഫിറ്റ്സ് വന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിനാണെങ്കിലും 8 വയസ്സുള്ള കുട്ടിയെ മരുന്നിനാൽ വിഷമിക്കുന്നു. വീടിൻ്റെ പണി എങ്ങും എത്തിയിട്ടില്ല. എങ്ങനെ എത്തിച്ചേരുവാൻ? വരുമാനം മുഴുവൻ മരുന്നിൻ്റെ പിറകെ പോകുമ്പോൾ, ആശുപത്രികൾ മാറി ആശുപത്രികൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, എന്നിട്ടും എങ്ങും എത്താതിരിക്കുമ്പോൾ എങ്ങനെ അവർക്കൊരു വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കും? മനുഷ്യരാൽ അസാധ്യം. ഈ ലൂക്കോസ് 1:37 മനുഷ്യരാൽ അസാധ്യം, യേശുവിനാൽ സകലതും സാധ്യം. നമുക്കൊന്നിച്ച് 2 കരങ്ങളും ഉയർത്തി 2 വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. ഞാൻ അറിഞ്ഞിരുന്നില്ല, ഞാൻ ചിന്തിച്ചിരുന്നില്ല, ഞാൻ അവരെ കണ്ടിട്ടില്ല. ആ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ വിളിച്ചു പറഞ്ഞവർ
പക്ഷേ യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി അവരത് വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ വേദനിക്കുന്ന ജീവിതത്തിന് വേണ്ടി കുടുംബമായി നമ്മൾ പ്രാർത്ഥിക്കാം. അവർ സന്തോഷിക്കാൻ കാരണം നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യേശു പ്രവർത്തിച്ചത്. ഈ കുടുംബം സന്തോഷിക്കട്ടെ, ഇവർക്ക് നല്ല വീടുണ്ടാകട്ടെ, ആ പ്രിയപ്പെട്ടവൻ സൗഖ്യമായി പുറത്തു വരട്ടെ. എനിക്ക് നന്നായിട്ടറിയാം, പ്രേം കേരള കുടുംബയോഗങ്ങൾ വരുന്ന അനേകരുടെ സാക്ഷ്യങ്ങൾ മാസങ്ങൾ കഴിഞ്ഞു ഫിറ്റ്സിന് മരുന്ന് കഴിച്ചിട്ട് യേശുവിൻ്റെ സൗഖ്യം അവരനുഭവിക്കുന്നു. പ്രേം കേരളയോ വിശുദ്ധ ബൈബിളോ മരുന്നിന് എതിരല്ല. നമ്മൾ മരുന്ന് കഴിക്കുന്നവരെ, ഞാൻ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്, ആശുപത്രിയിൽ കൊണ്ടുപോകുന്നവർ ധാരാളം ഡോക്ടേഴ്സ് പ്രേം കേരള കുടുംബവുമായി ലോക രാജ്യങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയി. ഓപ്പറേഷൻ തിയേറ്ററിൽ ടേബിളിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും വളരെ പ്രയാസത്തിലുള്ള പേഷ്യൻസിൻ്റെ വിവരങ്ങൾ അവർ ആ സമയത്ത് തന്നെ പ്രേം കേരളയിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ കേട്ടല്ലോ, കഴിഞ്ഞ മാതാവ് വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പോലും തീർച്ചയായിട്ടും ഒരു രോഗിയുടെ വിവരം വന്നാൽ ആ സെക്കൻഡിൽ ആ ഫോൺ എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. സഹോദരങ്ങളെ, നമുക്കിന്ന് പകൽ പ്രാർത്ഥിക്കാം. അതേപോലെ പ്രവർത്തിക്കുന്ന ഒരു യേശു. ഈ കുടുംബത്തിൻ്റെ സ്ഥിതി മാറിക്കാണുവാൻ ആഗ്രഹിക്കുന്നവർ രണ്ട് കരങ്ങളും ഉയർത്തി ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം വന്ന ടെലിഫോൺ കോളുകൾ ആ വിഷയം ജീവിതങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ചിലത് നമ്മൾ കേട്ട വിടുന്ന റിപ്പോർട്ടുകളാണ്, ചിലത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വിളിച്ചു. അപ്പോൾ തന്നെ നമ്മുടെ മുമ്പാകിരിക്കുന്ന 2 ലക്ഷത്തിന് മീതെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ അതിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. തത്സമയം നടക്കുന്ന ആരാധനയിൽ താങ്കൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതകരമായി സൗഖ്യമാകുന്ന ദൈവമാണ്. ഒരു പക്ഷേ അവർ ആദ്യം വിളിക്കുന്ന സമയത്ത് വളരെ വേദനയോടുകൂടെ കരഞ്ഞ് ബലപിച്ചായിരിക്കും വിളിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ വിളി എന്ന് പറയുന്നത് യേശു അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്ന വിടുതൽ, ആ സന്തോഷത്തോടെ അവർ വിളിക്കുന്നത്. തീർച്ചയായിട്ടും താങ്കളുടെ ദുഃഖത്തെ നൃത്തമാക്കി മാറ്റുവാൻ, ആ വിലാപങ്ങളെ മാറ്റുവാൻ യേശുവിനെ കഴിയുമാകിയാൽ ആ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തങ്കച്ചായം പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ പ്രഭാതത്തിൽ പ്രേം കേരള കുടുംബാംഗങ്ങളായ ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. കർത്താവേ, അവിടുന്ന് പ്രാർത്ഥിക്കുന്ന മറുപടിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇപ്പോൾ വിളിച്ച സഹോദരിയുടെ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് കുടുംബങ്ങളെ എല്ലാം അനുഗ്രഹിക്കണം. രോഗികൾ സൗഖ്യമാകട്ടെ, സാമ്പത്തിക പ്രയാസങ്ങൾ മാറട്ടെ, ദൈവിക സമാധാനം അനുഭവിക്കട്ടെ. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ശക്തിയും നന്മയും മെൽബണിൽ നിന്ന് അറിയിക്കുന്നത് നഴ്സിംഗിൻ്റെ രജിസ്ട്രേഷൻ കിട്ടേണ്ടതിന് പ്രേം കേരളയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് അവിടെ PR ലഭിക്കുകയും വേണം. 2 ആഴ്ച ആയുള്ളൂ പ്രേം കേരള കാണാനായിട്ട് തുടങ്ങിയിട്ട്. നാട്ടിൽ നിന്ന് അവരുടെ സഹോദരി വിളിച്ചു പറഞ്ഞിട്ടാണ് ഇത് യൂട്യൂബിലൂടെ അവർ പങ്കെടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ലഭിച്ച സന്ദർഭത്തിൽ യൂട്യൂബിൽ നമുക്ക് ഇത്രയും മണിക്കൂറുകളിൽ 100 കണക്കിന് മണിക്കൂറുകൾ ഉള്ള പ്രാർത്ഥനകൾ, ദൈവവചന ധ്യാനം എല്ലാം യൂട്യൂബ് ചാനൽ, നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ മുഴുവൻ ലഭ്യമാണ്. YouTube/It's Our Time TV. ഇത് നമ്മുടെ സമയം എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ YouTube/It's Our Time TV. അവർ പറയുന്നത് ലഭിക്കുന്ന സമയം മുഴുവൻ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം. ഇന്നലെ രാവിലെ അവർ പ്രേം കേരളയുടെ നടന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ യെശയ്യാവ് 26:19 നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ മൃതന്മാർ ജീവിക്കും. You are dead shall live.
നിങ്ങളുടെ മരിച്ചവർ ജീവിക്കും. ഒരു മിനിറ്റ് കൊണ്ട് ആ പറഞ്ഞ സന്ദേശം അത് അവരുടെ ജീവിതത്തെ വളരെയധികമായി സ്പർശിച്ചു. അവരുടെ ജീവിതത്തിൽ അവർ പറഞ്ഞത് ഒരു എഴുന്നേറ്റം തന്നെ യേശുവിൻ്റെ വചനത്താൽ അനുഭവിപ്പാനിടയായി തീർന്നു. നമ്മൾ ഓർക്കുക, നമ്മൾ പാട്ടുപാടിയാലും പ്രാർത്ഥിച്ചാലും നമ്മൾ എന്തെല്ലാം ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ വിടുതൽ നമ്മൾ അനുഭവിക്കുന്നത് യേശുവിൻ്റെ വചനത്താൽ മാത്രമാണ്. യേശുവിൻ്റെ വചനത്താൽ നമ്മൾ വചനം അയക്കുന്ന വചനത്തിൻ്റെ ശക്തി നിമിത്തം ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നു. ഇല്ലാത്തത് ഉള്ളതുപോലെ ഉളവായി വരുന്നു. ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്നു. വളഞ്ഞും തിരിഞ്ഞും പോയ അസ്ഥികൾ നിവരയാകുന്നു. മൃതാവസ്ഥയിലായവർ യേശുവിൻ്റെ ജീവനിലേക്ക് വരുന്നു. അവിടുത്തെ വചനത്താൽ, യേശുവിൻ്റെ വചനത്താൽ, യേശുവിൻ്റെ വചനത്താൽ. അതുകൊണ്ട് തന്നെ കേരളയിൽ നമ്മൾ ആവർത്തിച്ച് യേശുവിൻ്റെ വചനം വായിക്കുക. അതായത് മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അത് ആവർത്തിച്ച് വായിക്കുക. ഒരു ദിവസം ഒരധ്യായം മുഴുവൻ വായിക്കണമെന്നില്ല, പറ്റുമെങ്കിൽ അത് ചെയ്യുക. പക്ഷെ കുറച്ച് വാക്യങ്ങൾ അത് വായിക്കുക, യേശുവിൽ അർപ്പിക്കുക. ജീവിതം തന്നെ മാറി മറിയും. യേശുവിൻ്റെ സ്വഭാവത്താൽ, യേശുവിൻ്റെ വിടുതലിനാൽ, യേശുവിൻ്റെ നിറവിനാൽ നമുക്ക് നിറയുവാനിടയായി തീരും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ പകൽ ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. സ്ഥിരമായി ആരാധനയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാൻ പോകുക. യേശുവിൻ്റെ വലിയ വിമോചനവും വലിയ വിടുതലും നമുക്ക് അവർക്ക് ഒന്നിച്ച് ഉണ്ടാകേണ്ടതിന് രണ്ട് കരങ്ങളും ഉയർത്തി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ ലോകരാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുറത്തു പറയാൻ കഴിയാത്ത നൂറുകണക്കിന് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അങ്ങയുടെ അത്ഭുത സൗഖ്യവും അത്ഭുത വിടുതലും അതത് വ്യക്തികളിൽ, അതത് മേഖലകളിൽ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. അവിടുന്ന് അങ്ങയുടെ വചനത്തെ അയക്കുന്നു. അത് ഉദ്ദേശിച്ച കാര്യം അത് നിറവേറ്റാതെ മടങ്ങി വരുന്നില്ല എന്ന് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ഈ പകൽ അതേ വചനപ്രകാരം യേശുവിൻ്റെ നാമത്തിൽ ഈ ജീവിതങ്ങൾ സൗഖ്യമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. പിതാവേ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ദൈവജനം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കും. യേശു അത്ഭുത മന്ത്രി, യേശു വീരനായ ദൈവം, യേശു സമാധാന പ്രഭു. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇത് രാജു ഈപ്പനാണ് മെൽബൺ ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ഒരു ഇൻ്റർവ്യൂ ലഭിക്കാതെ വിഷമിക്കുമ്പോൾ ഇൻ്റർവ്യൂവിന് വിളിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചത് യേശു കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഇന്നലെ ഇൻ്റർവ്യൂവിന് കോൾ വന്നു. ഇന്നലെ കോൾ വന്നു. ഇന്ന് അവർക്ക് ഇൻ്റർവ്യൂ പാസ്സാകണം. നാട്ടിൽ നിന്ന് പപ്പായാണ് നമ്പർ തന്നത്. ആ പപ്പായെ പ്രത്യേകം അനുമോദിക്കുന്നു. സൂസൻ വർഗീസ് സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ വളരെയധികം വിഷമിക്കുന്ന സന്ദർഭത്തിൽ പ്രൈം കേരളയെ കുറിച്ച് അറിയുന്നതും പ്രൈം കേരളയിൽ പ്രാർത്ഥനയുടെ സഹായം തേടി വിളിച്ചതും പ്രൈം കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ 10 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് അവരുടെ കരങ്ങളിൽ വേണമായിരുന്നു. കിട്ടുവാനുള്ളതിൽ നിന്ന് അതിനകത്ത് തന്നെ 10 ലക്ഷം രൂപ അവർക്ക് കിട്ടുവാനുണ്ട്. അതിൽ പ്രാർത്ഥിച്ച അന്ന് തന്നെ 5 ലക്ഷം രൂപ കിട്ടി. ഉടനെ കിട്ടി. ബാക്കി കൂടെ ലഭിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥന നമ്മോട് ചോദിച്ചിട്ടുണ്ട്. മകന് നല്ല ജോലി ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മെ അറിയിച്ചിട്ടുണ്ട്. ബ്രദേഴ്സ് എൻ്റെ പ്രൈം കേരളയിൽ പ്രാർത്ഥിച്ചത് മൂലം മദ്യപാനം 98% നിർത്തിയെന്ന് പേര് പറയരുത് എന്ന് പറഞ്ഞ് ന്യൂയോർക്കിൽ നിന്ന് ഒരു സഹോദരി നമ്മെ അറിയിച്ചിട്ടുണ്ട്. മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണ വിമോചനം ഉണ്ടാകേണ്ടതിന് വിശിഷ്യ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ദൈവത്തിൻ്റെ കരം എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. യേശു ഒരുവനെ സ്വതന്ത്രനാക്കിയാൽ അവൻ യഥാർത്ഥ സ്വതന്ത്രൻ. ഇപ്പോൾ വന്ന ഒരു ടെലിഫോൺ എടുക്കട്ടെ. ഹലോ, പറഞ്ഞാട്ടോ. ഹലോ ഹലോ ബ്രദറെ, പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ, എന്റെ മോളെ കല്യാണം ഇന്ന് നടക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ എന്റെ മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കണം. താങ്ക് യു. ഞങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ എടുത്തുള്ള ഇന്ന് ആ മകളുടെ വിവാഹം നടക്കുക. അത് നല്ല രീതിയിൽ അനുഗ്രഹമായി തീരേണ്ടതിനും വിവാഹ ജീവിതം അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥിക്കേണ്ടതിന് പ്രൈം കേരള കുടുംബാംഗത്തിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇന്നവരത് വിളിച്ചത്. ആ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കേണ്ട അനേക യൗവനക്കാരുണ്ട്. ഇന്നലെ രാത്രിയിൽ ഒരു മാതാവുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അമ്മ എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മകൻ്റെ വിവാഹം നടക്കുന്നില്ല. മകൻ വളരെയധികമായി വിഷമത്തിലൂടെ കടന്നു പോകുന്നത്. വിവാഹ ആലോചനകൾ വരാത്തത് കൊണ്ടല്ല,
വിവാഹ ആലോചനകൾ വരുന്നുണ്ട്. പക്ഷേ അതിനകത്തൊരു തീരുമാനമെടുക്കുവാനായിട്ട് കഴിയുന്നില്ല. ഇന്ന് അനേക യൗവനക്കാർ നേരിടുന്ന, നമ്മളോട് ചോദിക്കുന്ന, മാതാപിതാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിന് വിവാഹം കഴിക്കണം? കാരണം വിവാഹ ജീവിതത്തിലൂടെ പ്രവേശിച്ചവരുടെ കുടുംബത്തിൽ നേരിടുന്ന വിഷമങ്ങൾ, പ്രശ്നങ്ങൾ കാരണം ഇന്നത്തെ തലമുറ നേരിടുന്ന ഒരു വലിയ ചോദ്യമാണ്, എന്തിന് ഞങ്ങൾ വിവാഹം കഴിക്കണം? ഇങ്ങനെ സ്വതന്ത്രരായി ജീവിക്കുന്നതല്ലേ നല്ലത് എന്ന് എത്രയോ പേര് നമ്മളോട്, മാതാപിതാക്കളോട് ചോദിക്കുന്നു. മാതാപിതാക്കൾ ആ വിവരങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നു. സഹോദരങ്ങളെ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു നമ്മുടെ മക്കളെ, യങ് ജനറേഷനെ അനുഗ്രഹിച്ച് അവർക്ക് തക്ക സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട വിവാഹം ഉണ്ടാകേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. വിവാഹം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ മകൾക്ക്, അവൾ വിവാഹം കഴിക്കുന്ന ആ യുവാവിന് അവരുടെ ജീവിതം ധന്യമാകേണ്ടതിന്, ഇന്ന് നടക്കുന്ന ചടങ്ങുകൾ എല്ലാം അനുഗ്രഹമാക്കേണ്ടതിന് ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പോകുക. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നടക്കുന്ന വിവാഹത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വിവാഹ ശുശ്രൂഷ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവെ, സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണഭൂതനായവനെ, എഫേസ്യരിൽ 3 ഞങ്ങളിങ്ങനെ വായിക്കുന്നു, അവിടുന്നാണ് സകല കുടുംബങ്ങൾക്ക് പേര് വരുവാൻ കാരണമായ ദൈവം. ഇന്ന് പകൽ ആ യേശുവിൻ നാമത്തിൽ മീതെ ആകാശത്തിലെ നന്മകൾ, കീഴഭൂമിയിലെ അനുഗ്രഹങ്ങൾ, ആത്മമണ്ഡലത്തിൽ, ശരീരത്തിൽ, ആത്മാവിൽ ഈ മക്കൾക്ക് ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരെ അനുഗ്രഹിച്ച്, വികസിപ്പിച്ച്, വർദ്ധിപ്പിച്ച് നന്മ കൊണ്ട് നിറയ്ക്കണം. അവർ അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. വിവാഹപ്രായമായ യൗവനക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള ബോധ്യം അവരുടെ ജീവിതത്തിൽ കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ കുടുങ്ങിപ്പോയ ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് അവിടുന്ന് ചില യൗവനക്കാർ വിഷമിക്കുന്നുണ്ട്. അവിടുന്ന് അവരെ വിടുവിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവൻ അങ്ങേക്ക് തരട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. തീർച്ചയായിട്ടും യേശുവിൽ അത്ഭുതകരമായ മറുപടിയും വിമോചനവും ഉണ്ട്. ചേർന്ന് ഇത് പേര് പറയണ്ട എന്ന് പറഞ്ഞ് ഒരു റിട്ടയർഡ് പ്രിൻസിപ്പൽ നമ്മെ അറിയിച്ചിരിക്കുന്നു. വസ്തുസംബന്ധമായിട്ട് രജിസ്ട്രേഷൻ നടക്കണം. അവർ മകളുടെ പവർ ഓഫ് അറ്റോർണി വാങ്ങിയിരുന്നു. പക്ഷെങ്കിൽ അതിൻ്റെ വേണ്ടി പോയപ്പോൾ പറയുന്നത് അതിനകത്ത് എന്തൊക്കെയോ പോരായ്മകളുണ്ട്. അത് പരിഹരിച്ച് കിട്ടണമെങ്കിൽ വീണ്ടും മകൾ കടന്നു വരണം. മറ്റ് 2 മക്കൾ ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് ട്രിവാൻഡ്രത്ത് എത്തിച്ചേരുന്നത്. സോ ഈ സന്ദർഭത്തിൽ അത് എല്ലാം ക്രമപ്പെടുത്താൻ സാധ്യമല്ല. സോ എങ്ങനെയാണെങ്കിലും 22-ാം തീയതി ഈ വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ നടക്കണം. എൻ്റെ പ്രോബ്ലംസ് മാറണം. എല്ലാം ഫലപ്രദമായി തീരേണ്ടതിന് പ്രാർത്ഥന നമ്മോട് ചോദിച്ചു. ഇതുപോലെ വസ്തു സംബന്ധമായി കേസുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കയ്യേറ്റത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പോകുന്നവരുണ്ട്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഓരോ വ്യക്തിയുടെയും വിഷയങ്ങൾ ഉണ്ടാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. വെറുതെ മറ്റുള്ളവരോട് അസൂയ തോന്നിയിട്ട് കേസുകൾ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഓർമ്മയ്ക്കുണ്ട്. 10-12 നിലകളുള്ള കെട്ടിടങ്ങൾ, വലിയ ഷോപ്പിംഗ് കോംപ്ലക്സസുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ ഒക്കെ, അത് വെറുതെ അസൂയ കൊണ്ട് പരാതി കൊടുത്തിട്ട് സ്റ്റേ വാങ്ങിച്ച് 10-14 വർഷങ്ങൾ കോടിക്കണക്കിന് രൂപ വെള്ളത്തിൽ വരച്ച വര പോലെ കരിഞ്ഞുപോയ അനുഭവങ്ങൾ. പക്ഷേ സന്തോഷത്തോടെ പറയട്ടെ, അതിൽ പലതിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രേയിങ് കേരളയിൽ അവർ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. യേശു കർത്താവ് ആ കെടുതികളിൽ നിന്ന് അവരെ വിടുവിച്ചു, കടങ്ങളിൽ നിന്ന് അവരെ ഉദ്ധരിച്ചു. അത് പൂർണ്ണമായി പൂർത്തീകരിച്ച ഒരു സംരംഭമാക്കി ദൈവം അവർക്ക് തിരികെ കൊടുത്തു. സോ ഇന്നലെ ആ മാതാവ് ഒരു സ്കൂൾ +2 സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത ഒരു മാന്യ മാതാവ്, അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, ഐ കാൻ സർവൈവ് വിതൗട്ട് പ്രേയിങ് കേരള. പ്രേയിങ് കേരള കൂടാതെ എനിക്ക് ജീവിക്കാനേ സാധ്യമല്ല. തങ്കച്ചായ, എത്ര ശ്രേഷ്ഠമായ ഒരു വാചകമായി ഇന്ന് രാവിലെ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. അത് ഈ മാതാവിൻ്റെ മാത്രം സ്ഥിതിയല്ല, എൻ്റെയും സ്ഥിതി അതുതന്നെയാണ്. പ്രേയിങ് കേരളയിൽ രാവിലെ എഴുന്നേൽക്കാൻ വഹിയ എന്ന് തോന്നുന്ന വേളയിലും പരിശുദ്ധാത്മ പറയും, ഇല്ല, ഇന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്നു. റോമർ 8:26, 27, 28 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ തുണ നിൽക്കുന്ന കർത്താവ്. അവിടുന്ന് നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് നമ്മുടെ കൂടെ പോകുന്നു, അവിടുന്ന് നമുക്ക് വേണ്ടി വഴി കാട്ടി തരുന്നു. യേശുവിൽ നമുക്ക് എല്ലാ മേഖലകളിലും വിശാലതയും നന്മയും ഉണ്ട്. തങ്കച്ചായം, അതുപോലെ തന്നെ USA റിബേക്ക എന്ന മാതാവ് വിളിച്ചു പറഞ്ഞത് മകന്റെ ജോലി സ്ഥിരമാകണം, അതുപോലെ മകൾക്കൊരു സുഖപ്രസവം നടക്കണം, മകനെ USA വിസ ലഭിക്കണം. ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും തകച്ചായ 4 വർഷങ്ങൾക്ക് അധികമായി വിപ്രോയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മകള്, നമ്മുടെ മാവേലിക്കരയുള്ള സഹോദരി ആനിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ കുടുംബം മാവേലിക്കരയിലെ മീറ്റിങ്ങിൽ നമ്മുടെ കൂടെ പങ്കെടുക്കാറുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ ക്രമപ്പെടുത്തി തരാറുണ്ട്. അപ്പോൾ 4 വർഷമായിട്ട് ഈ മകൾക്ക് വിപ്രോയിൽ നിന്ന് പിതാവ് ഖത്തറിലായിരിക്കുന്ന ഒരു വിസ കിട്ടണം, ജോലി കിട്ടണം. ഇതിനുവേണ്ടി അവർ ശ്രമിക്കാവുന്ന എല്ലാ വഴികളും ശ്രമിച്ചു, പക്ഷേ അത് ലഭ്യമായില്ല.
2, ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് ഈ മകളുടെ അമ്മയ്ക്കും ഖത്തറിലേക്ക് പോകുവാൻ വിസയ്ക്ക് ശ്രമിച്ചിട്ട് എങ്ങും വിസ ലഭിക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചത്, കഴിഞ്ഞ കുടുംബയോഗത്തിന് മാവേലിക്കര നടന്ന കുടുംബയോഗത്തിൽ ഈ മകൾ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. യേശു ചെയ്ത കാര്യം ഇന്നലെ അവർ ഖത്തറിൽ എത്തിച്ചേർന്നു. അത്ഭുതം. എന്നോട് പറഞ്ഞ വാചകം ഇങ്ങനെ, ബ്രദറെ, അന്ന് നമ്മൾ പ്രാർത്ഥിച്ചു, അന്ന് വൈകിട്ട് തന്നെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു ചിലപ്പോൾ നാളെ ആ വിസാസ് ശരിയാകും. അപ്പോൾ ഈ സഹോദരി തിരിച്ച് ഹസ്ബൻഡിനോട് പറഞ്ഞു ചിലപ്പോൾ എന്നുള്ളത് ഇനിയും നമ്മുടെ ചരിത്രത്തിലില്ല. ഒരുപാട് പ്രിയപ്പെട്ടവർ കുടുംബമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ആ വിശ്വാസത്തെ ആദരിക്കുന്ന കർത്താവ് യേശു ആലോചനയിൽ വലിയവൻ, പ്രവൃത്തിയിൽ ശക്തിമാൻ. 2 കരങ്ങളും ഉയർത്തിച്ചേർന്ന് Holy, oh Lord, you are holy, For your name is holy, holy Lord. ബ്രദറെ, നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് ഇത് തന്നെയാണ്. ഇവിടെ പറഞ്ഞു വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് തന്നെ നമ്മൾ കാണിക്കുന്നതും പറയും ഒന്ന് മാത്രമാണ്. തിരുവചനത്തിൽ കൂടി കർത്താവായ യേശു ക്രിസ്തു എന്തു ചെയ്തിരിക്കുന്നു, യേശു നമ്മളോട് എന്തു പറഞ്ഞിരിക്കുന്നു. നമ്മൾ എല്ലായിടത്തും കാണുന്നു യേശുവിന്റെ അരികിൽ ആര് എന്നാലും ഉടനെ അവിടെ പ്രത്യേകം എഴുതുന്നുണ്ട്, അവർ യേശുവിന്റെ അരികിൽ വന്നു, അവർ തിരിഞ്ഞു പോകയിൽ. അതല്ലാതെ എഴുതിയിരിക്കുന്നു ഉടനെ. മരിച്ച അവസ്ഥയിലാണ് ചെന്നു ഒരു വാക്ക് പറയുമ്പോൾ ഉടനെ. ഇന്നും അത് തന്നെയാണ്. അതേ സമയം തന്നെയാണ് പ്രേയിങ് കേരള കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് 150 വർഷം കഴിഞ്ഞിട്ടല്ല അതിന് മറുപടി ആ സന്ദർഭത്തിൽ തന്നെ ഉടനെ ചാടി എഴുന്നേൽക്കുന്നു. വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികൾ പ്രേയിങ് കേരള കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ സൗഖ്യമാക്കുന്നു, വിടുവിക്കപ്പെടുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ വേറെ വിഷയം എന്ന് പറഞ്ഞാല്, ഇവിടെ ആരും വിവാഹം വിളിച്ചു പറയുന്നുണ്ടോ? അവരെല്ലാം വിളിച്ചു പറയുന്നത് എന്തെന്ന് ചോദിച്ചാല്, അനേക വർഷങ്ങളായി പ്രായമായിട്ടും വിവാഹം നടക്കുന്നില്ല. പ്രേയിങ് കേരള വിളിച്ചു പറയുന്നു പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ ആ വിഷയത്തിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, വിവാഹം നടക്കുന്നു, അവർ അറിയാണ് വിവാഹത്തിന്റെ കാര്യം. അതുപോലെ മക്കളില്ലാതെ അനേക വർഷങ്ങൾ 20-25 വർഷം വരെ ആയവർ വിളിച്ചു പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു അവരെ അനുഗ്രഹിക്കുന്നു. 46 വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അവന് നല്ല വിവാഹാലോചനകൾ വന്ന സമയത്ത് വിവാഹം വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പം 46 വയസ്സായിരുന്നു. അപ്പം അമ്മ കഴിഞ്ഞ കുടുംബയോഗത്തിന് പ്രേയിങ് കേരളയുടെ ട്രിവാൻഡ്രത്തെ മീറ്റിങ്ങിന് അമ്മ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. അമ്മ കരയുക, ശരിക്കും എൻ്റെ കയ്യിൽ കയറി ഇങ്ങനെ പിടിച്ചിട്ട്, എൻ്റെ ബ്രദറെ, ഏകദേശം ബ്രദറിനെ പോലെ തന്നെ ഇരിക്കുന്ന എൻ്റെ മകൻ, അവനെ കാണാൻ നല്ലത്, അവന് നല്ല വിദ്യാഭ്യാസമുണ്ട്, ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് അവൻ ജോലി ചെയ്യുക, അവന് ഒരു 1.25 ലക്ഷം രൂപ ശമ്പളമുണ്ട്, അവൻ്റെ കീഴിൽ 10-600 പേര് ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവനൊരു വിവാഹം നടക്കുന്നില്ല. തങ്കച്ചായ ആ അമ്മ ഇരുന്ന് കരയുക. ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, അമ്മേ കരയണ്ട, യേശുവിന് ഒരു വലിയ വഴിയുണ്ട്. ഇനി തങ്കച്ചായ കേട്ടോ, ഇന്നലെ ആ അമ്മ വിളിച്ചു പറഞ്ഞിട്ട് ആ മകന് അതിൻ്റെ 3 ദിവസം കഴിഞ്ഞപ്പോൾ പത്രത്തിൽ നിന്ന് ഒരു വിവാഹാലോചന കിടക്കുന്നത് കണ്ടു, ഒരു വിവരം കിടക്കുന്നത് കണ്ടു. അവരത് വിളിച്ചു പറഞ്ഞു, സംസാരിച്ചു. അത് വേറൊരാളായി പത്രത്തിലുണ്ടെന്ന് പോലും വിളിച്ചു പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ വിവാഹം ഉറച്ച് ഈ ശനിയാഴ്ച മറ്റോ ആ വിവാഹം നടക്കാൻ പോയി. നമ്മളെ കുടുംബമായിട്ട് അവിടെ ചെല്ലാൻ ക്ഷണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കയറി താമസം നടക്കാൻ പോകുന്ന ഒരു വീട്ടിൽ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സുനിൽ ബ്രദറിന്റെ കുടുംബം വളരെ പ്രതികൂലങ്ങൾ ആ വീടിന്റെ പണിയോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു. വളരെ വെല്ലുവിളികളിലൂടെ അവർ കടന്നുപോയി. പ്രേയിങ് കേരളയിൽ പ്രാർത്ഥിച്ചു, യേശു അവിടെ ഇറങ്ങി നിന്നു, അത് പൂർത്തീകരിച്ചെടുത്തു. പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ എല്ലാവരും അവിടെ വരണമെന്ന മിസ്റ്റർ സുനിൽ നമ്മളെ ക്ഷണിച്ചിരിക്കുന്ന എല്ലാവരോടും വിവാഹത്തിനും കുടുംബത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മളെ ക്ഷണിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ പക്കൽ എന്തുമാത്രം വിവാഹത്തിനുള്ള ക്ഷണത്തിന്റെ കത്തുകളാണ് വരുന്നത്. ഈ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ എല്ലായിടത്തും എത്തിച്ചേരുവാൻ സാധ്യമാകുന്നില്ല. ഈ പകൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പറഞ്ഞതിന് ചുരുക്കം ഇതാ, യേശുവിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണത. ഇന്ന് കരയുന്ന വ്യക്തിയാകാം, യേശുവിൽ നമുക്ക് ഉല്ലസിക്കാൻ സാധിക്കും. തങ്കച്ചേ, നമുക്ക് ഇന്ന് പകൽ ചേർന്ന് പ്രാർത്ഥിക്കാം. വിവാഹ സംബന്ധമായി വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കണം. യേശുവിന്റെ അത്ഭുതകരം അവർക്ക് വേണ്ടി വരണം. വിവാഹ ജീവിതത്തിൽ മക്കളില്ലാത്തവരുണ്ട്, അത്ഭുതകരമായി കർത്താവിന്റെ കരം അവരുടെ മേൽ വരേണ്ടതിന് നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കപ്പെട്ട തലമുറ കർത്താവ് നൽകണം. നമ്മൾ ഓരോ കുടുംബയോഗത്തിന് പോകുമ്പോൾ എത്ര മാത്രം കുഞ്ഞുങ്ങളെ നമ്മൾ കരങ്ങളിൽ എടുത്ത് പ്രാർത്ഥിക്കാൻ ദൈവം കരുണ നൽകുന്നു. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ പ്രസവിച്ചതിൻ്റെ മൂന്നാമത്തെ ദിവസവും മറ്റുള്ളവർ കൂടി ഞാൻ അങ്ങനെ ഒരു കുഞ്ഞിനെ എടുത്തിട്ടേ ഇല്ല. ശരിക്കും പേടിച്ച കുഞ്ഞിനെ കയ്യിലെടുത്തത്. യേശുവിൻ്റെ മഹത്വം പൂർണ്ണ വളർച്ചയെത്തിയ തികഞ്ഞ ആരോഗ്യമുള്ള പൈതങ്ങള് വിവാഹ ജീവിതത്തിൽ പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ദമ്പതികൾക്കായി പ്രാർത്ഥിക്കാൻ പോകുക. യേശു തികഞ്ഞ അനുഗ്രഹത്താൽ താങ്കളെ നിറയ്ക്കും.
ഒന്നിച്ച് കരങ്ങളെ ഉയർത്തി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തങ്കച്ചായ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ പ്രഭാതത്തിൽ പ്രിയങ്കരായ കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. കർത്താവേ, തലമുറയില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണം, തലമുറയോട് അനുഗ്രഹിക്കുന്നവർക്ക് വയ്ക്കായി സ്വന്തം. അതുപോലെ കർത്താവേ, വിവാഹപ്രായമായിട്ടും വിവാഹമാകാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തക്കതായ തുണ അവിടുന്ന് ഒരുക്കണം കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബം പോലും ഈ വിഷയത്തിൽ പ്രയാസപ്പെടാതിരിക്കുവാൻ കർത്താവേ അവിടുത്തെ സമാധാനത്താൽ എല്ലാവരും നിറയ്ക്കണം. സന്തോഷം നിറയ്ക്കുന്നവർക്ക് വയ്ക്കായി സ്വത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുനാമം പരിശുദ്ധം പരിശുദ്ധം എന്നെന്നുമേ. യേശുനാമം പരിശുദ്ധം പരിശുദ്ധം എന്നെന്നുമേ. യേശുനാമം പരിശുദ്ധം. അജിത് ബ്രദർ, ഇന്ന് പ്രേമിക്കല്ല നമ്മൾ 797 ദിവസത്തിൽ നമ്മൾ ഇന്നായിരിക്കുന്നത്. നമ്മളൊപ്പം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അനേകർ നമ്മളൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല, പ്രേമിക്കലയുടെ കുടുംബയോഗങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നു. വളരെ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞത് നാളെ തിരുവല്ലയിൽ നമ്മുടെ ബെലിവേഴ്സ് ചർച്ചിന്റെ യൂത്ത് സെന്ററിൽ വെച്ച് പ്രേമിക്കലയുടെ കുടുംബയോഗം നടക്കുന്നു. രാവിലെ 9 തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള സമയത്ത്. അതുമാത്രമല്ല, ഈ ഞായറാഴ്ച 23-ാം തീയതി അടൂർ ലോഗോ സെന്ററിൽ വെച്ച് പ്രേമിക്കലയുടെ കുടുംബയോഗം നടക്കുകയാണ്. ഉച്ചയ്ക്ക് 3 മണി മുതൽ വൈകിട്ട് 8 മണി വരെയുള്ള സമയത്താണ് നടക്കുന്നത്. മാത്രമല്ല, തൃശ്ശൂരും കുന്നംകുളത്ത് നമ്മുടെ പ്രേമിക്കലയുടെ കുടുംബയോഗം നടക്കുന്നു. അതുമാത്രമല്ല, കൊല്ലത്ത് ചിന്നക്കടയിൽ വെച്ച് നമ്മുടെ പ്രേമിക്കല കുടുംബയോഗം നടക്കുന്നു. തീർച്ചയായിട്ടും കുടുംബാംഗങ്ങൾ തീർച്ചയായും കടന്നു വരണം. വിശേഷ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് വന്നിരിക്കുന്ന പ്രാർത്ഥന വിഷയം സൈമൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ എലിപ്പനി നിമിത്തം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ICUവിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്നു എന്ന് സുലോചന നെയ്യാറ്റിങ്കരെ നമ്മളെ വിളിച്ചറിയിച്ചിരിക്കുന്നു. സിനു ബ്രദർ, ലിയ എന്ന മകള് ചെന്നൈയിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം കൈക്ക് മുഴുവൻ മരവിപ്പാണ്. വളരെ ഒരു കാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതിനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. ഇത് സിന്ധു തോപ്പമ്പടി അറിയിച്ചിരിക്കുന്നത് മേരി പനിയും ശ്വാസമുള്ള ഭാരപ്പെടുന്നു. ജെൻസി പനിയും ചുമയാണ്. ജെറിന് തൈറോയിഡിന് ഭാരപ്പെടുന്നു. ജെൻസന് എക്സാം നടക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലിജി അഞ്ചൽ എന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം ഭയങ്കരമായ പനിയും ചുമയാലും ഭാരപ്പെടുന്നു, ദൈവിക സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചു. ഇത് കുഞ്ഞുമോൾ തിരുവഞ്ചൂരിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് 57 വയസ്സുള്ള ശാന്തം എന്ന് പറയുന്ന മാതാവ് ആക്സിഡന്റ് പറ്റി തുടയലിന് ഓപ്പറേഷന് വേണം. BP കൂടുതലാണ്, ഷുഗറും കൂടുതലാണ്, പ്രത്യേകമായി സൗഖ്യത്തിന് പ്രാർത്ഥിക്കണം. ലിസി മാത്യു തൃശ്ശൂർ അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം മകൾ BDSന് എക്സാം. നമ്മൾ അനേകം കുഞ്ഞുങ്ങളുടെ എക്സാം നടക്കുന്നു, ഇന്റർവ്യൂസ് നടക്കുന്നു. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഓപ്പറേഷന് വിധേയരാകുന്നവരുടെ ദൈവിക സൗഖ്യം അറമേലുണ്ടാകുന്നത് നമ്മൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ അടികളുടെ മുമ്പാകെ വന്നിരിക്കുന്ന ഓരോ പ്രാർത്ഥന വിഷയങ്ങളും കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗീയ കരം നീട്ടി കർത്താവേ ഓരോ വിഷയങ്ങളും മേലെ കർത്താവേ നീ സൗഖ്യം നൽകുന്നതിനായി സ്തോത്രം, നീ മറുപടികളെ കൽപ്പിക്കുന്നതിനായി സ്തോത്രം. ഓരോ ജീവിതങ്ങളെ കർത്താവേ നീ വിജയത്തിലേക്ക് വഴി നടത്തുന്ന ദൈവമാകിയ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഉറപ്പോടും ധൈര്യത്തോടും കർത്താവേ ഇന്ന് പ്രഭാതത്തിൽ നിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കോണം കർത്താവേ ഓരോ ജീവിതങ്ങളിൽ നീ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കേരള കുടുംബാംഗങ്ങൾ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നതിൽ ഞങ്ങൾ ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു, സന്തോഷം അറിയിക്കുന്നു. അമർത്തിക്കുലിക്ക് നല്ല പ്രതിഫലം തരുന്ന കർത്താവ് നമുക്കുള്ളത് കൊണ്ട് ആ യേശുവിൽ തന്നെ ആശ്രയിക്കും. യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം തങ്കച്ചായ നമ്മൾ ഇന്ന് പകൽ വായിക്കുന്നു. യെശയ്യാവ് 28-ന്റെ 5-ാമത്തെ വാക്യം. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവ തന്റെ ജനത്തിന്റെ ശേഷിപ്പിന് മഹത്വമുള്ള ഒരു കിരീടവും ഭംഗിയുള്ള ഒരു മുടിയും ന്യായവിസ്താരം കഴിപ്പാൻ ഇരിക്കുന്നവന് ന്യായത്തിന്റെ ആത്മാവും പട്ടണവാതിൽക്കൽ വെച്ച് പടയെ മടക്കിക്കളയുന്നവർക്ക് വീര്യബലവും ആയിരിക്കും. യെശയ്യാവ് 28, Book of Isaiah chapter 28 verse 5. In that day the Lord of hosts will be for a crown of glory and a diadem of beauty to the remnant of his people. തങ്കച്ചായ, ഇവിടെ ജീവനുള്ള കർത്താവാം യേശു കർത്താവ് ഒരു കിരീടം നമുക്ക് തരുമെന്നല്ല എഴുതിയിരിക്കുന്നത്, പകരം യേശു തന്നെ നമ്മുടെ മീതെ കിരീടമായിരിക്കും. ഹല്ലേലൂയ. യേശു തന്നെ നമ്മുടെ മീതെ ഇറങ്ങി വസിക്കുന്ന ഇത് അന്നാളിൽ എന്ന് നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയെക്കുറിച്ച് പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് മരിച്ചടക്കപ്പെട്ട് സ്വർഗത്തിൽ യേശുവിൻ്റെ മുമ്പിൽ ചെന്ന് കഴിയുമ്പോൾ കിരീടം തരുന്നതിനെ കുറിച്ചല്ല, നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളിൽ നമുക്ക് വേണ്ടി കിരീടമായി യേശു ഇറങ്ങിത്തരും. കിരീടം
ക്രൗൺ ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ കിരീടം. കമോൺ, രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ഒന്നിച്ചു പറയാം, ഇന്ന് മുതൽ യേശു എൻ്റെ തലയ്ക്ക് മീതെ മഹത്വത്തിന്റെ കിരീടമാ, മഹത്വത്തിന്റെ കിരീടം. ഇത് ലജ്ജ വഹിച്ച തലയായിരിക്കും, ഓപ്പറേഷനുകൾ ചെയ്ത തലയായിരിക്കും, ത്വക്ക് രോഗങ്ങൾ വന്ന തലയായിരിക്കും, നിന്ദകൾ വഹിക്കുന്ന തലയായിരിക്കും, മൈഗ്രെയിൻ വഹിക്കുന്ന തലയായിരിക്കും, ഒരുപാട് ടെൻഷൻ വഹിക്കുന്ന തലയായിരിക്കും, ആകുലതകൾ നിറയുന്ന ഒരു തലയായിരിക്കും, ചിന്താക്കുഴപ്പത്തിലൂടെ പോകുന്ന തലയായിരിക്കും, ഡിപ്രഷന്റെ വിവിധ ആഴങ്ങളിലൂടെ പോകുന്ന തലയായിരിക്കും, ലോകത്തുള്ള സകലരുടെയും ഭാരം വഹിക്കുന്ന തലയായിരിക്കും. ഈ പകൽ ആ തലമേൽ യേശു കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഇന്നു മുതൽ നിങ്ങളുടെ തലയിലൊരു മഹത്വത്തിന് കിരീടമായിരിക്കും. സഹോദരങ്ങളെ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. ആനയ്ക്ക് തടിയും ഉറുമ്പിന് അരിയും ഭാരമാ. എല്ലാവർക്കും അവരവരുടേതായ നിലകളിൽ പ്രയാസങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട് ജീവിതത്തിൽ. ഇവിടെ വിളിച്ചു പറയുന്ന ഓരോ സഹോദരങ്ങൾ, ഞങ്ങൾ ഇനി ജീവിക്കത്തില്ല ബ്രദറെ, ഇന്ന് തന്നെ ഞാൻ മരിക്കും എന്ന് എത്രയോ പേര് പറയുന്നു. പക്ഷേ സന്തോഷത്തോടെ പറയട്ടെ, അവരാരും ഇതുവരെ മരിച്ചിട്ടില്ല. അങ്ങനെ ഒരു തോന്നൽ എപ്പോഴെങ്കിലും എതിലേക്കൂടെങ്കിലും താഴെ റോഡിൽ കൂടെങ്കിലും പോകുന്ന സന്ദർഭത്തിൽ ഉടൻ തന്നെ പ്രേംകേരളയുടെ നമ്പർ വിളിക്കുക. താങ്കളുടെ ജീവൻ വളരെ വിലപ്പെട്ടതാ. മരിച്ചല്ല, നമ്മൾ ജയാളികളാണെന്ന് വെളിപ്പെടുത്തുന്ന, ജീവനോടെ ഇരുന്ന നമ്മളുടെ ധീരതയെ നമ്മൾ വെളിപ്പെടുത്തുന്ന, ആത്മഹത്യയില്ലാത്തൊരു കേരളം, ആത്മഹത്യയില്ലാത്തൊരു ഇന്ത്യ നമുക്ക് സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പക്ഷെങ്കിൽ ജീവിതത്തിന്റെ തകർച്ചയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ശരിയല്ലേ തങ്കച്ചേ? തീർച്ചയായിട്ടും വിളിക്കുമ്പോൾ ആത്മഹത്യയെ കുറിച്ച് അനേകർ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ അവിടെ വ്യത്യാസം വരുന്നത്, നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഈ മഹത്വത്തിന് പതി യേശുവിനെ നമ്മൾ കാണിച്ചു കൊടുക്കും. അവിടെ വന്ന് അളപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനും ഇല്ലാതാക്കാനും വരുമ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു, ആ വഴിയെ മാറ്റിയിട്ട് പുതിയൊരു വഴി, യേശുവിന്റെ വഴി കാണിച്ചു കൊടുക്കുന്നു. ആ യേശു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ജീവനും സമൃദ്ധിയായ ജീവനും ഉണ്ടാവും. ഇന്ന് പകൽ യേശു തരുന്നൊരു ദാനത്തെക്കാൾ യേശു എൻ്റെ ജീവിതത്തിലെ മഹത്വത്തിന്റെ കിരീടമായി എനിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കണം. I want Jesus to be the royal, the crown of glory and the diadem over my life from this moment. I just want to tell you, allow Jesus to be the royal diadem of your life. യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വത്തിൻ്റെ കിരീടമായിരിക്കുവാൻ നമ്മൾ അനുവദിക്കുക. And I tell you, Jesus will take you to great heights. യേശു ഉറപ്പായി പറഞ്ഞു തരട്ടെ, നമ്മെ ഉയർന്ന വഴികളിലൂടെ നടത്തും. താങ്കൾ നശിക്കാനല്ല താങ്കളെ ദൈവം സൃഷ്ടിച്ചത്. ഇരമ്യാവ് 29:11 ഇന്ന് ആവർത്തിച്ച് 10 പ്രാവശ്യം വായിക്കുക, 20 പ്രാവശ്യം വായിക്കുക. അത് നമ്മുടെ രക്തത്തിലേക്ക് കയറട്ടെ. I know the thoughts that I think towards you, says the Lord, thoughts of peace, not of evil. എനിക്കറിയാം ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തകൾ ഇന്നവയാണെന്ന്. അത് ഒരിക്കലും ദുഷ്ടതയ്ക്ക് വേണ്ടിയുള്ള ചിന്തകളല്ല, സമാധാനത്തിന് വേണ്ടി. And again, to give you a future and a hope. നിങ്ങൾക്കൊരു ഭാവി തരുവാൻ, നിങ്ങൾക്കൊരു പ്രത്യാശ നൽകുവാൻ ഈ പകൽ അത് യേശുവിൽ മാത്രം. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കരഞ്ഞ് നശിക്കുവാനുള്ള ജീവിതമല്ല, രോഗത്തിൽ നശിക്കുവാനുള്ള ജീവിതമല്ല, കടഭാരത്തിൽ അടിയുവാനുള്ള ജീവിതമല്ല. യേശുവിന് താങ്കൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കാൻ ഇന്ന് കഴിയും എന്ന ചോദ്യത്തിന്റെ മറുപടി ഇന്ന് കഴിയും. എപ്പോൾ കഴിയും? ഇപ്പോൾ കഴിയും. നമ്മൾ പ്രാർത്ഥിക്കുക. കമോൺ, കരങ്ങൾ ആ സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് വെച്ച് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. അപ്പോൾ തന്നെ നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, കുടുംബാംഗങ്ങളെ ഓരോ വിഷയങ്ങൾക്കും വേണ്ടി കർത്താവേ, കടഭാരത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഡോക്യുമെന്റ് സംബന്ധമായി പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി, അതുപോലെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഓരോ വിഷയത്തിന്മേലും പ്രവർത്തിച്ച് ആ കുടുംബങ്ങൾ ദൈവിക സമാധാനം നിറയ്ക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധൻ യേശു, holy, holy is the Lamb, holy, holy is the Lamb, ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് അനേകർ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയുന്നു. ഇന്നലെ വന്നിട്ട് ഡാലസിന്റെ സൂസൻ ചെറിയ വിളിച്ചു പറഞ്ഞു, അമ്മണിക്ക് വന്നിട്ട് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു, ഇപ്പോൾ വന്നിട്ട് ഭയങ്കര തലവേദനയാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതം ഒരു തങ്കച്ചായ നമ്മൾ അതിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ നമ്മുടെ കൂടെ ഒരു കുടുംബം ഇന്ന് പകൽ കടന്നു വന്നിട്ടുണ്ട്. അച്ഛൻ എവിടുന്നാ വന്നേ? കൊട്ടാരക്കര നിന്ന് വന്ന. എന്താ പേര്? അലക്സ്. ആന്റിയുടെ അന്നമ്മ. എന്താ കൊട്ടാരക്കരയിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേറ്റ് കാണും? 2, 2:30, 3 മണിക്കെങ്കിലും എഴുന്നേറ്റ് കാണും.
3:45 എഴുന്നേറ്റ് ഞങ്ങൾ ആരോടും ഇവിടോട്ട് വരാനായിട്ട് പറയുന്നില്ല. ഈ കുടുംബം ഇവിടെ വന്ന് എന്താ വരാനുള്ള കാരണം? ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര സാമ്പത്തികമായിട്ട് വിഷമത്തിലാണ്. കടം ഏറെ ഉണ്ട്. ഞങ്ങളെ കടക്കാരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നു. ചേർന്ന് പറഞ്ഞിട്ട് കടക്കാരെ ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. അതിൻ്റെ വിഷമത്തിലാണ്. ഞങ്ങൾക്ക് കുറച്ച് വസ്തു വയ്ക്കാനുണ്ട്, എങ്ങും വിൽപ്പന നടക്കുന്നില്ല, എല്ലാം ഭയങ്കര പ്രശ്നത്തിലാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കടമെല്ലാം തീരും. വരാൻ പറ്റും. കടങ്ങളുണ്ട്, വസ്തു കുറച്ചുണ്ട്, അത് വിൽക്കാനായിട്ട് വിറ്റ് കഴിഞ്ഞാൽ ആ കടത്തിൽ നിന്ന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. നമുക്കിന്ന് പകൽ പ്രാർത്ഥിക്കാം. അവർ ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല. ഇതേ എൻ്റെ കയ്യിലിരിക്കുന്നൊരു വീട് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ അനിയത്തി ആസ്ട്രേലിയയിലുണ്ട്. അവൾക്ക് ഒരു PR കിട്ടണം. അതിന് എല്ലാ പേപ്പറുകളും ശരിയായി. അനിയത്തിക്ക് ഓസ്ട്രേലിയയിൽ PR ലഭിക്കേണ്ടതായിട്ടുണ്ട്. നോക്കി, ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് 18/8/2015, അതായത് ഇന്നലെ വന്ന ഒരു വിടുതലിൻ്റെ സാക്ഷ്യം. സൂസൻ വർഗീസ് തൃശ്ശൂരിൽ നിന്ന് അറിയിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ വളരെ വിഷമിക്കുമ്പോൾ അവർ ബ്രെയിൻ കെയറിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. 10 ലക്ഷം രൂപ കിട്ടാനുണ്ട്. ആ പ്രാർത്ഥിച്ചു. 5 ലക്ഷം രൂപ ഉടനെ കിട്ടി. മുമ്പേ പറഞ്ഞ സമയം ഉടനെ കിട്ടി. ഒരു 3:45 അവിടുന്ന് എഴുന്നേറ്റ് കൊട്ടാരക്കരയിൽ നിന്ന് ഇവിടെ യാത്ര ചെയ്ത് വന്നെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ, അവരുടെ വിശ്വാസം നമ്മളെ കാണാൻ അല്ല അവർ വന്നത്. നിങ്ങൾ വന്നത് യേശുവിൻ്റെ സന്നിധിയിലാകിയാൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഈ കുടുംബത്തിന് വേണ്ടി, ഈ മാതാപിതാക്കൾക്ക് വേണ്ടി 2 കരങ്ങളും ഉയർത്തി നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പിതാവിനെയും മാതാവിനെയും അനുഗ്രഹിക്കുന്നു. അവരുടെ കണ്ണുനീര് നിമിത്തം, അവരുടെ കെടുതി നിമിത്തം, കടം നിമിത്തം, സാമ്പത്തിക ബാധ്യത നിമിത്തം, കടക്കാരുടെ ഉപദ്രവം നിമിത്തം അവർ ഇന്ന് പകൽ വിഷമിക്കുന്നെങ്കിൽ ഈ പകൽ യേശുവേ, നീ ഞങ്ങളോട് പറഞ്ഞ വചനപ്രകാരം യെശയ്യാവ് 28:5 അവിടുന്ന് ഈ മക്കൾക്ക് വേണ്ടി മഹത്വത്തിന്റെ കിരീടമായി ഈ നിമിഷം ഇറങ്ങി നിൽക്കും. ആ വസ്തുവിന്റെ കച്ചവടം യേശുവിൻ നാമത്തിൽ അവർ പ്രതീക്ഷിക്കുന്നതിലും ഉയർന്ന നിലയിൽ ഈ ദിവസങ്ങളിൽ തന്നെ നടക്കട്ടെ. ഞങ്ങളത് ചെയ്തു കൊടുക്കുന്നു. അത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആ വിഷയത്തിന്റെ മേൽ പരിഹാരത്തെ ഞങ്ങൾ കൊണ്ടുവരുന്ന കടങ്ങൾ മാറട്ടെ. ഇവർ കടങ്ങൾക്ക് പകരം ഈ കരങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങൾ ഒന്നിച്ച് കരങ്ങൾ കോർത്തു പിടിച്ച്, കർത്താവേ, ഈ കരങ്ങൾ ദാരിദ്ര്യത്തിന്റെയും കടത്തിന്റെയും കെടുതിയുടെയും അനുഭവത്തിൽ നിന്ന് അവിടുന്ന് പകർന്നിരിക്കുന്ന യേശുവിന്റെ അനുഗ്രഹത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട്, ആത്മാവിന്റെ ബലത്തിൽ നിന്നുകൊണ്ട് ഈ നഷ്ടത്തിന്റെ കരങ്ങളെ, ഈ ശൂന്യതയുടെ കരങ്ങളെ, കടക്കാർ ഉപദ്രവിക്കുന്ന കരങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നിറവ് അതിന് പകരം ഇവിടെ ഞങ്ങൾ കൊണ്ടുവരുന്നു. യേശുവിന്റെ അനുഗ്രഹങ്ങൾ ഈ കരങ്ങൾ ഞങ്ങൾ കൊണ്ടുവരുന്നു. ഈ കരങ്ങൾ ഇന്ന് ബലഹീനമാണ്, ഇത് ബലമുള്ള കരങ്ങളായി മാറട്ടെ. യേശുവിന്റെ ജീവനാൽ നിറയട്ടെ. ഇത് കവിഞ്ഞൊഴുകുന്ന കരങ്ങളായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. മഹത്വം അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ അതുതന്നെയായിരിക്കും നമ്മുടെയും അനുഭവം. നമ്മളെ നിറയ്ക്കുന്ന ഒരു കർത്താവ്. 2 കരങ്ങളും ഉയർത്തി ചേർന്ന് യേശുവേ, തങ്കച്ച ഇന്ന് ഒരുപാട് പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറീസും ഉണ്ട്. സങ്കീർത്തനം 91, 13, 14 വാക്യങ്ങളിൽ കർത്താവിൻ്റെ വചനം പറയുന്നിരുന്നത്, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. ഞാൻ ഇന്നലെയും വൈകിട്ട് ആ വാക്യങ്ങളെടുത്ത് വായിക്കുകയായിരുന്നു. കാണാതെ അറിയാം എങ്കിൽ പോലും ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ നമുക്കിടയാകി തീരട്ടെ. ഇന്ന് ബർത്ത്ഡേസ് ഉള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. തിരുവനന്തപുരത്ത് സുരേഷ് കുമാർ പറഞ്ഞിരുന്നു 21ാമത് വെഡിങ് ആനിവേഴ്സറിയാണ് പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. സിൽവി ജോൺ പറവൂരിന്റെ മരുമകളുടെ 36ാമത്തെ ബർത്ത്ഡേ ആണ്. ടോണി കുമേറ്റിന്റെ 39ാമത്തെ ബർത്ത്ഡേ ആണ്. സൂസൻ ചെങ്ങന്നൂരിന്റെ ഹസ്ബൻഡ് വർഗീസ് ഈപ്പന്റെ 58ാമത്തെ ബർത്ത്ഡേ ആണ്. അന്നമ്മ ഇല്ലിക്കൽ എന്ന് പറഞ്ഞു മകൻ ജിബിന്റെ 24ാമത് ബർത്ത്ഡേ ആണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സന്ദർഭത്തിൽ തങ്കച്ചാൻ ഇവരുടെ ബർത്ത്ഡേസ് ആൻഡ് വെഡിങ് ആനിവേഴ്സറീസിൽ സന്തോഷത്തോടെ പങ്കുചേരുമ്പോൾ നമ്മൾ ഒന്നിച്ച കേക്ക് ഇവിടെ മുറിക്കുന്നു. എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. സൂസൻ മാവേലിക്കര, സൂസൻ ആൻഡ് ഫിലിപ്പോസ് ബിൽഡിംഗ് വെഡിങ് ആനിവേഴ്സറി, ലിസി ബേബി കളമശ്ശേരി മകൾ ബെയിലിയുടെ 38ാമത്തെ ബർത്ത്ഡേയും 44ാമത്തെ വെഡിങ് ആനിവേഴ്സറി കുഞ്ഞമ്മ മാമൻ വെട്ടിപ്പുറത്ത് നിന്ന് അറിയിക്കുന്ന ബിൻസി സുജിത്ത്, ബിൻസി 20th ബർത്ത്ഡേ ആണ്. നമുക്ക് ഒന്നിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തങ്കച്ചാൻ പ്രാർത്ഥിച്ചാട്ട്. ഇവിടെ വായിക്കുന്നു
ഓരോ വിഷയങ്ങൾക്കും വേണ്ടിയും കർത്താവേ, അവരുടെ ബർത്ത്ഡേയും അവരുടെ വെഡിങ് ആനിവേഴ്സറിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം അവർ കാത്തു പരിപാലിച്ച മണിക്കൂറൊക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പുതുവർഷത്തിലേക്ക് കിടക്കുമ്പോൾ ദൈവിക സാന്നിധ്യം നിറയ്ക്കണം കർത്താവേ. പഠിക്കുന്ന മക്കളെ അതുപോലെ വിവാഹപ്രായമായവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മതിയായവൻ യേശുവേ. മിസ്റ്റർ വർഗീസ് ട്രിവാൻഡ്രത്ത് നിറയ്ക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് നല്ല ശമ്പളമുണ്ട്. അത് മുഴുവൻ മദ്യപിച്ച് നശിക്കും. 8 മാസം മുൻപ് അദ്ദേഹത്തിന്റെ ഭാര്യ ട്രിവാൻഡ്രത്ത് കുടുംബയോഗത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം അറിയാതെ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ കൊടുത്തു വിട്ടു. അദ്ദേഹം അറിയാതെ അത് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഉറങ്ങിക്കിടന്നപ്പോൾ ഈ ഭാര്യ തൊട്ടിട്ട് പ്രാർത്ഥിച്ചു, മദ്യത്തിൻ്റെ ശക്തി ഈ ശരീരത്തിൽ നിന്ന് പോകട്ടെ, ചേർന്ന് ഇന്ന് 8 മാസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം ഇന്നലെ വിളിച്ച ഫോൺ ഞാനാണ് എടുത്തത്. മിസ്റ്റർ വർഗീസ് എടുത്ത വിളിച്ച ഫോൺ. അദ്ദേഹം പറഞ്ഞു, മദ്യപാനം മാറുക മാത്രമല്ല, മദ്യപിക്കണമെന്നുള്ള ചിന്ത പോലും എൻ്റെ ഉള്ളിൽ നിന്ന് പോയി. അദ്ദേഹം പള്ളിയിൽ ചെന്നപ്പോൾ പള്ളിയിൽ അച്ഛന് ഭയങ്കര സന്തോഷം, അതിശയം, നിനക്ക് എന്ത് പറ്റിയെന്ന് എന്നോട് അദ്ദേഹത്തോട് ചോദിച്ചു. അടുത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം കേൾക്കണമേ, ഓണത്തിൻ്റെ ബോണസ് പ്രഹിക്കേറിലേക്ക്. യേശു എത്ര നല്ലവൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം യേശുവിൻ്റെ നാമത്തിൽ പ്രഹിക്കേറില്ല കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നാളെ പകൽ നടക്കുന്ന കുടുംബയോഗത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുവല്ലയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. വിശദാംശങ്ങൾ 7 മണിക്ക് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പർ ലഭ്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ യാത്രകൾ, ജീവിതത്തിന്റെ വിവിധ തുറകൾ, എക്സാംസ്, ഇന്റർവ്യൂസ് എല്ലാം യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. രോഗികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അവിടുന്ന് പകർന്ന വിടുതലുകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. കർത്താവേ, കഴിഞ്ഞ 24 മണിക്കൂറിൽ വന്ന 100 കണക്കിന് ജീവിതങ്ങളെ, അവരുടെ വിവരങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്റെ മേൽ അവിടുത്തെ മറുപടി ഉണ്ടാകട്ടെ. യേശുവിന്റെ വിടുതലിനെ, സൗഖ്യത്തെ അതത് വ്യക്തിയുടെ മേഖലകൾ ഞങ്ങൾ കൊണ്ടുവരുന്നു യേശുവിൻ നാമത്തിൽ. യേശുവോടുകൂടെ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം. എന്നേശുവേ നീ എത്ര നല്ലവൻ, 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 എന്നേശുവേ നീ എത്ര